വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ. ഇന്ന് വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ ഉണക്കപ്പയർ പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം. അതിനായിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് ഉണക്കപ്പയർ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് നിറം മാറി വരുന്ന വരെ വറുത്തെടുക്കണം. നന്നായി നിറം മാറി വരുമ്പോൾ പയർ പൊട്ടാൻ തുടങ്ങും. അതാണ് പാകം. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായി പൊടിച്ചെടുക്കുക. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളം ഇത്രയും ചേർത്തിട്ട് കുക്കർ അടച്ചു കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും സിമ്മിലിട്ടിട്ട് 3 വിസിലും വരുത്തിയാൽ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇനി അരപ്പിനായിട്ട് 1 കപ്പ് നാളികേരം അരച്ചെടുക്കണം. ഈ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നല്ല കറക്റ്റ് പാകമായിട്ട് വെന്തിട്ടുണ്ട്. നന്നായി ഉടച്ചു കൊടുക്കുക. ഇത്ര നേരം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പുണ്ടല്ലോ, അത് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി തിളപ്പിക്കുക. കുറച്ച് എരിവ് കുറവുണ്ടായിരുന്നു. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. ഇനി താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചെറിയുള്ളി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുക. നല്ല നിറം മാറി വരുന്നതോട് കൂടിയിട്ട് നമ്മൾ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സ്വാദിഷ്ടമായ ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഈ വിഭവം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ.